അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്കൊരു പോസ്റ്റ് കണ്ടപ്പോൾ തോന്നി. അത് നമ്മുടെ മമ്മൂക്കയുടെ പടം പങ്കുവെച്ചതാണ്. മമ്മൂക്ക തിരിച്ചു വരുന്നു, രണ്ടുപേരും കൂടിയുള്ള ഒരു സിനിമയ്ക്കായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യമാകുന്നതും അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത സിനിമയിലേക്ക് അതിൻ്റെ ഒരുപാട് പോർഷൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ലാലേട്ടൻ പങ്കുവച്ച ചിത്രം അത് മമ്മൂക്കയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ്. നേരത്തെ ഫഹദിനും അങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. അപ്പോൾ സിനിമകളിലായാലും ജീവിതത്തിലായാലും ലാലേട്ടൻ്റെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ചേർത്ത് നിർത്തലാണ് എന്ന് പലപ്പോഴും തോന്നുന്നു. നമുക്ക് ഒരിക്കലും ഒരു പ്ലാൻ ചെയ്യാതെ ചെയ്ത ഒരു മൊമെന്റിൽ ആരും എടുത്ത പടമാണ്. അതെ, പക്ഷെ അത് വളരെ ഏതോ ഒരു ഫംഗ്ഷനിൽ ചെയ്ത അത് നമുക്കറിയാതെ സംഭവിക്കുന്നതാണ്. അപ്പം അത് വളരെ അതിനെ ആ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാര്യം. ആ സ്നേഹം നമ്മൾ പിന്നെ എങ്ങനെ അറിയിക്കുന്ന. അപ്പം അന്ന് ശബരിമല കയറിപ്പോയ പുഷ്പാഞ്ജലി കഴിച്ച ലാലേട്ടനെ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ആ ഒറ്റ ചിത്രം കൊണ്ട് ഒരു ചിത്രം 1000 വേർഡ്സിന് തുല്യമാണെന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ഒരുപാട് പേര് ചെയ്തതിൽ കൂട്ടത്തിൽ ഞാനും ചെയ്തതേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേര് പോലെ അല്ലല്ലോ ലാലേട്ടന്റെ ഇക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്, നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിലിൽ ആ ഒരു കോംബോ ബന്ധമാണ്. എത്രയോ നമുക്ക് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ എന്താ പറയണ്ട വലിയൊരു താരങ്ങളുടെ ഇടയിലേക്കല്ലേ ഞാൻ വരുന്നത്. അന്ന് ഉണ്ടായിരുന്ന നസീർ സാറായാലും സുകുമാരൻ സോമേട്ടനും വലിയ തിക്കുറിശി സുകുമാരൻ നായർ അല്ലെങ്കിൽ എസ് പി പിള്ള അവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ടാകുമേ അത്രയും ബ്ലെസ്ഡായ ഒരു ആക്ടറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ. അവരുടെയൊക്കെ സ്നേഹവും അനുഗ്രഹമൊക്കെ നമുക്ക് ശിവാജി ഗണേശൻ, അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ നാഗേശ്വർ റാഘു, രാജ്കുമാർ സാറ്, ഈവൻ MGR അവരൊക്കെ കാണാനും പരിചയപ്പെടാനും അവരുടെ ബ്ലെസ്സിങ്. അതുപോലെ കഥകളിയിലുള്ള ഒരുപാട് വലിയ ആക്ടേഴ്സ്, ഡാൻസേഴ്സ് അങ്ങനെ. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു ബ്ലെസ്സിങ്ങിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ.